നമസ്കാരം. യൂറോപ്പിലേക്കുള്ള പുതിയ ചരക്ക് യാത്രാപാത വെട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. G20 യോഗം ഡൽഹിയിൽ നടന്ന വേളയിൽ ഇതിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും അവിടെ നിന്ന് ഇസ്രയേലിനെ ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുമുള്ള പാതയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. എന്നാൽ ഇതിന് തടയിടാൻ മറ്റൊരു പാത ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്ത. ഇന്ത്യയുമായി സഹകരിക്കുന്ന UAEയും ഖത്തറും പങ്കാളികളായിട്ടാണ് പുതിയ പാത വരുന്നതത്രേ. ഇറാഖുമായി സഹകരിച്ചാകും ഈ പാത. തുർക്കിയാണ് പ്രധാനമായും ഇതിന് മുൻകൈയെടുക്കുന്നത്. ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ ദിവസം തുർക്കി ഇറാഖ് നേതാക്കൾ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന പാത തുർക്കിയിലൂടെ അല്ല കടന്നു പോകുക. ഈ സാഹചര്യത്തിലാണ് തുർക്കി ബദൽ പാത ഒരുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് കടൽ മാർഗവും ശേഷം റെയിൽ മാർഗം ഇസ്രായേലിലേക്കും അവിടെ നിന്ന് ജലമാർഗം യൂറോപ്പിലേക്കുമാണ് ഇന്ത്യ യൂറോപ്പ് പാത വരുന്നത്. അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പാത. എന്നാൽ ഇസ്രായേലിനും നേട്ടമുണ്ടാകുന്ന ഈ പാതയോട് GCCയിലെ ചില രാജ്യങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് തുർക്കിയുടെ നീക്കം. നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗമാണ് തുർക്കി. യൂറോപ്പിലും സമീപ മേഖലയിലും അതിവേഗം വളരുന്ന രാജ്യമെന്ന ഖ്യാതിയും തുർക്കിക്കുണ്ട്. മേഖലയിലെ വലിയ സൈനിക സാമ്പത്തിക ശക്തി കൂടിയാണ് തുർക്കി. അമേരിക്കയുടെ ആണവായുധങ്ങളുടെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നത് തുർക്കിയിലാണ്. ചൈനയുമായും തുർക്കിക്ക് അടുത്ത ബന്ധമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പടിഞ്ഞാറുമായും കിഴക്കുമായി അടുത്ത ബന്ധം തുർക്കി കാത്തു സൂക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് 12 വർഷത്തിന് ശേഷം തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം ഇറാഖിലെത്തിയത്. തുർക്കിയും ഇറാഖും പല കാര്യങ്ങളിലും ശക്തമായ ഭിന്നതയിലാണ്. ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് തുർക്കി. ഇരു രാജ്യങ്ങളും സുരക്ഷിതമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉർദുഗാനും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയും പറയുന്നു. ഗൾഫ് രാജ്യങ്ങളെ ഇറാഖുമായി ബന്ധിപ്പിക്കുന്നതിനും ഇറാഖിനെ തുർക്കിയുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള പാതയാണ് തുർക്കി വിഭാവനം ചെയ്യുന്നത്. UAEയും ഖത്തറും പാതയുടെ നിർമ്മാണത്തിൽ ഭാഗമാകും. 1200 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയും റെയിൽവേയും ഉൾപ്പെടുന്നതാണ് പാത. ഇറാഖിൽ നിന്ന് തുർക്കിയിലെത്തുന്ന പാത വഴി യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കും. 26 കരാറുകളാണ് തുർക്കിയും ഇറാഖും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. പുതിയ പാത നിർമ്മാണവും ഇതിൽപ്പെടും. $1700 കോടി ചെലവ് വരുന്ന പാത 4 രാജ്യങ്ങൾ ചേരുമ്പോൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. UAE കമ്പനി AD പോർട്സ് ഗ്രൂപ്പും ഇറാഖിലെ ജനറൽ കമ്പനി ഫോർ പോർട്സും ചേർന്ന് ബസ്രയിലെ അൽഫോ ഗ്രാൻഡ് പോർട്ട് വികസിപ്പിക്കാൻ തീരുമാനിച്ചതും പാതയുടെ ഭാഗമാണ്. വർഷത്തിൽ $400 കോടി ലാഭം പ്രതീക്ഷിക്കുന്ന ഈ പാത വരുന്നതോടെ കുറഞ്ഞത് 1 ലക്ഷം പേർക്ക് ജോലി ലഭിക്കുമെന്നതും നേട്ടമാണ്. ഇന്ത്യയിൽ നിന്നുള്ള പാതയും ഗൾഫിലൂടെയാണ് കടന്നു പോവുക. 2 പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകും. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വഴി മറ്റൊരു ചരക്ക് പാതയും യൂറോപ്പിലേക്ക് നിർമ്മിക്കുന്നുണ്ട്.